പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ രാവിലെ സമയം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ നമുക്ക് ദാനമായി തന്ന ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ പ്രഭാതത്തിൽ ഒരു ചെറിയ ചിന്ത പിന്നെയും ദൈവമക്കളുമായി പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിക്കുന്നവര്, നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയണം. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നൊരു ദൈവമാണ്. നാം ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നമുക്ക് എന്തൊക്കെ തരും, ദൈവം നമ്മോട് എന്താ ചെയ്യും, ദൈവം നമ്മോടുള്ള തൻ്റെ പ്രവൃത്തി എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നതെന്ന് അല്പസമയം ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുക. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം പഠിക്കുമ്പോൾ മോശയിലൂടെ ദൈവം തമ്പുരാൻ 10 കൽപ്പനകൾ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ഒരു ഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ കൽപ്പനകൾ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ യേശു തമ്പുരാൻ പറയുന്ന ഒരു കാര്യം, ദൈവം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പായിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ദയ കാണിക്കുന്ന ദൈവമാണ്. 1-2 തലമുറയല്ല, ദൈവത്തെ സ്നേഹിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ദൈവിക പ്രമാണത്തെ മുറുകെ പിടിച്ച് കർത്താവിനെ അനുസരിക്കുന്ന വരും തലമുറകളോടും ദൈവത്തെക്കുറിച്ച് ഉപദേശിച്ച് അവരെയും നേർവഴിക്ക് നയിച്ച് തലമുറകൾ ദൈവസന്നിധിയിൽ നിന്നാൽ, ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചാൽ, നമ്മെ സ്നേഹിച്ച നമ്മുടെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചാൽ എന്താണ് അവിടെ പറയുന്നത്? അവൻ്റെ 1000 തലമുറ വരെ ദൈവം ദയ കാണിക്കും. എന്നാൽ പകയ്ക്കുന്നവരുണ്ട്, ദൈവത്തെ വെറുക്കുന്നവരുണ്ട്, ദൈവത്തോട് തെറ്റ് ചെയ്യുന്നവർ, പാപം ചെയ്യുന്നവരുണ്ട്. അവരെ ദൈവം വെറുതെ വിടുകയല്ല, അവരുടെ 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെയും ദൈവം അവരെ ശിക്ഷിക്കും. തലമുറയോടത് ചോദിക്കുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് ദയ കാണിക്കണമെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കണം. കാരണം കർത്താവ് നമ്മെ സ്നേഹിച്ചത് എങ്ങനെയാണ്? പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചതിൻ്റെ തെളിവാണ് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ തകർത്ത് കളഞ്ഞത് എന്ന് യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അപ്പോൾ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി. എന്തിനു വേണ്ടി? നമ്മെ സ്നേഹിപ്പാൻ. നമ്മെ സ്നേഹിച്ച് നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കാൻ, നിത്യ നരകത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് നിത്യ സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുവാൻ ദൈവം എന്ത് ചെയ്തു? നമ്മോട് കാണിച്ച കരുണയാണ് പുത്രൻ തമ്പുരാനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മോട് ദയ കാണിക്കും. നമ്മോട് മാത്രമല്ല, നമ്മുടെ 1000 തലമുറയോട്. ദൈവത്തെ സ്നേഹിച്ചാൽ നമ്മുടെ 1000 തലമുറയോട് എന്ത് ചെയ്യും? ദൈവം ദയ കാണിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആവർത്തന പുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ള അടുത്തൊരു വാക്തത്വമാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ നേരെ വരുന്ന ശത്രുക്കളെ ദൈവം നീക്കം ചെയ്യും. പിശാച് പലരെയും കയ്യിലെടുക്കും. പിശാച് നമ്മെ തകർക്കുവാൻ പദ്ധതി ഒരുക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുന്ന ദൈവമക്കളെ തകർക്കാൻ പിശാച് പദ്ധതിയിടുമ്പോൾ അവിടുത്തെ അടുത്ത വചനം പറയുന്നു, അവൻ്റെ ശത്രുക്കളെ ദൈവം നീക്കം ചെയ്യും. നമുക്കെതിരെ ഒരു നാവും ഉയരാൻ, നമുക്കെതിരെ ഒരു കരവും ഉയരാൻ, നമുക്കെതിരെ ആരും വെല്ലുവിളികൾ ഉയർത്താൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നാം ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യും, ദൈവം നമ്മെ സംരക്ഷിക്കും, ദൈവം നമ്മെ കവർ ചെയ്യും. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളെ പൊതിയും. ദൈവ ആത്മസാന്നിധ്യം കൊണ്ട് നമ്മെ മറയ്ക്കും. നമ്മെ കെട്ടിയടച്ച ഒരു തോട്ടം പോലെ ദൈവം നമ്മെ ആക്കി തീർക്കും. ആർക്കും നമ്മെ തൊടാനോ ആർക്കും നമുക്കെതിരെ ഒരു ദോഷം ചെയ്യാനോ കഴിയത്തില്ല. കാരണം നാം ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളാണ്. 3-ാമത്തെ ഒരു വാക്തത്വം ആവർത്തന പുസ്തകത്തിൽ കിടപ്പുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ജീവനുണ്ടാകും, ദീർഘായുസ്സുണ്ടാകും. യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ ഭക്തനോ. അപ്പോൾ അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവഭക്തന് എന്തുണ്ടാകും? ജീവനുണ്ടാകും. അപ്പോൾ തന്നെ അവന് ദൈവം ദീർഘായുസ് കൊടുക്കും. നമുക്കറിയാം, ദൈവത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ അനേകർ അകാലത്തിൽ വേർപെട്ടു പോകുന്നുണ്ട്.
ദൈവ വഴി വിട്ടുപോയവർ, വഴിയിൽ വെച്ച് തകർന്നു പോയ ചരിത്രങ്ങളുണ്ട്. നമുക്ക് പലതും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഭക്തിയോടെ ജീവിച്ചാൽ, ദൈവസ്നേഹത്തിൽ ജീവിച്ചാൽ, ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം പുലർത്തുന്നവരോട് ദൈവം കരുണ കാണിക്കും, ദയ കാണിക്കും. ദൈവം വിശ്വസ്തനായിരിക്കും. അപ്പോൾ തന്നെ ദൈവം നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ നീക്കം ചെയ്യും. പിന്നെയോ അടുത്തത് പറയുന്നു, അവൻ ജീവൻ നൽകും, അവൻ ദീർഘായുസ് നൽകുന്ന ദൈവമാണ്. ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ സ്നേഹിക്കണം. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ തിരിച്ച് ദൈവത്തെ സ്നേഹിക്കുവാനായി നാം തീരുമാനിക്കണം. ഒരിക്കലും ദൈവത്തെ ആരും വെറുക്കാൻ പാടില്ല, ദൈവത്തെ നകലാൻ പാടില്ല. ദൈവത്തെ നകന്നുപോയ ശിമോൻ, ദൈവം അവനെ വിട്ടില്ല. ദൈവത്തെ തള്ളിപ്പറഞ്ഞ ശിമോൻ, ദൈവത്തെ ആ കർത്താവിനെ അറിയുന്നില്ലെന്ന് പറഞ്ഞ ശിമോൻ, ആണയിടുവാനും പ്രാകുവാനും ശാപവാക്കുകൾ പറഞ്ഞ ശിമോൻ. പക്ഷേ യോഹന്നാൻ 21 വായിക്കുന്നത്, ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് തമ്പുരാൻ ശിമോനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ വളരെയധികമായി എന്നെ സ്നേഹിക്കുന്നു. ആ ചോദ്യത്തിനു മുമ്പിൽ പതറിപ്പോയ ശിമോൻ തകർന്ന ഹൃദയത്തോടെ അവൻ യേശു തമ്പുരാനോട് പറയുന്നൊരു മറുപടി, യഹോവേ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. തള്ളിപ്പറഞ്ഞ അതേ നാവുകൊണ്ട് തമ്പുരാൻ അവനെ വീണ്ടും പറയിപ്പിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ ഹൃദയ തകർച്ചയോടെ അവൻ യേശുവിനെ അടുക്കൽ പറയുക. അപ്പോൾ ദൈവത്തെ സ്നേഹിച്ച ശിമോൻ പത്രോസിനെ പിന്നെ ദൈവം ഉപയോഗിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ദീർഘായുസ് ദൈവം തരും. അപ്പോൾ തന്നെ അടുത്ത 119 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, എന്തു ചെയ്യും? നമ്മോട് കൃപ ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന അടുത്തൊരു വരദാനമാണ് ദൈവത്തിന് കൃപ. കൃപയുള്ളവൻ തകർക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവകൃപയുള്ളവൻ നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അസാധാരണമായ കാര്യങ്ങൾ ദൈവകൃപയുള്ളവന് വേണ്ടി ദൈവം ചെയ്യുവാനിടയായിത്തീരും. അസാധാരണമായ ദൈവപ്രവൃത്തി അവൻ കാണും. അസാധാരണമായ ദൈവപ്രവൃത്തികളെക്കുറിച്ച് അവൻ കേൾക്കും. കാരണം അവൻ ദൈവത്തെ മറക്കുന്നില്ല. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. ദൈവത്തോട് പാപം ചെയ്യാതെ ദൈവകൃപയിൽ ആശ്രയിക്കുന്നവനായതുകൊണ്ട് അവന് വേണ്ടി ദൈവം എന്ത് ചെയ്യും? സാധാരണ കാര്യങ്ങളല്ല, വചനം പറയുന്നു, അസാധാരണമായ നിലയിൽ ദൈവം തൻ്റെ പ്രവൃത്തി തൻ്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ സ്നേഹിച്ചാൽ നമുക്ക് കൂട്ടിയാൽ കൂടാത്ത വിഷയങ്ങൾ, നമ്മെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടപ്പിലാകത്തില്ല എന്ന് നാം ചിന്തിച്ച് അടച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന വിഷയത്തെ സ്വർഗത്തിൽ ദൈവം പറയുന്നു, അസാധാരണമായ കാര്യങ്ങൾ ദൈവം ചെയ്യും. എന്ത് ചെയ്താൽ മതി? ദൈവത്തെ സ്നേഹിച്ചാൽ മതി, ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി, ദൈവത്തെ അനുസരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മോട് കരുണ കാണിക്കും, ദൈവം നമുക്ക് കൃപ തരും. 122 സങ്കീർത്തനം പറയുന്നു, അവൻ നമുക്ക് സ്വസ്ഥത നൽകും. ദൈവസ്നേഹമുള്ളവന് ഇതൊക്കെ ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റുകളാണ്. പ്രിയമുള്ളവർ, സ്വസ്ഥത നൽകും. അനേകർക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നൊരു കാലഘട്ടം. എന്ത് ചെയ്യണമെന്നറിയാതെ, ഉറങ്ങാൻ കഴിയാതെ, ജീവിക്കാൻ കഴിയാതെ, എന്തൊക്കെ ഉണ്ടായിട്ടും സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒത്തിരി പേര് ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. സ്വസ്ഥതയില്ല, സമാധാനമില്ല എന്ന് പറയുന്ന ആളുകൾ ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കാൻ മാത്രം നാം തയ്യാറായാൽ, ദൈവകൃപയിൽ നിൽക്കാൻ തയ്യാറായാൽ, ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായാൽ നമുക്ക് സ്വസ്ഥത ദൈവം നൽകും. അതുകൊണ്ട് എന്നാ പറ്റിയേ? ടെൻഷൻ ഉണ്ടാകത്തില്ല, ഭാരങ്ങളുണ്ടാകത്തില്ല, വേദനകളുണ്ടാകത്തില്ല, ഒന്നും വരാതെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. അതൊരു സ്വസ്ഥതയാണ് കാണിക്കുന്നത്. കാരണം അവന് ടെൻഷനില്ല, അവൻ്റെ കാര്യം നോക്കുന്നൊരു ദൈവമുണ്ട്, അവന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് എനിക്കെന്തിനാ ടെൻഷൻ, എനിക്കെന്തിനാ ഭാരം? അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അടുത്തത്, സ്നേഹിക്കുന്നവരെ ദൈവം ആദരിക്കും, സ്നേഹിക്കുന്നവരെ ദൈവം ഉയർത്തും, സ്നേഹിക്കുന്നവരെ ദൈവം അറിയും. നമ്മെ അറിയും, ലോകക്കാർ നമ്മെ അറിഞ്ഞില്ലെങ്കിലും നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട്, നമ്മെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്. യോബിൻ്റെ മുൻകാലത്തേക്കാൾ അവൻ്റെ പിൻകാലത്തെ ദൈവം ആദരിച്ചു. അവന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായ ദൈവം തിരിച്ചു കൊടുത്തു. കണ്ടോ, അവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചെടുത്ത് ദൈവം എൻ്റെ ജീവനെ തിരിച്ചു കൊടുത്തുവെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നമ്മോട് ദയ കാണിക്കും, ദൈവം നമ്മുടെ ശത്രുക്കളെ നീക്കം ചെയ്യും,
അവൻ നമുക്ക് എന്തുതരും? ജീവനും ദീർഘായുസ്സും തരും. നമ്മോട് കൃപ ചെയ്യും. നമുക്ക് അസാധാരണമായ കാര്യങ്ങൾ ദൈവം തരും. അപ്പോൾ തന്നെ സ്വസ്ഥത ഉള്ളൊരു ജീവിതം ദൈവം നമുക്ക് തരും. അപ്പോൾ തന്നെ നമ്മെ അറിയുന്ന, ലോകമാരും നമ്മെ അറിഞ്ഞില്ലെങ്കിലും നമ്മെ അറിയുന്ന യഹോവ നല്ലവനും കഷ്ടദൂത്ത് ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അതെ, നമ്മെ അറിയുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവത്തെ സ്നേഹിച്ച് ദൈവറിവ് നിൽപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.